ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു തരി സ്വർണമോ വെള്ളിയോ മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കളോ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥൻ പറഞ്ഞു. ഹൈക്കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ദേവസ്വം വസ്തുവകകൾ സംബന്ധിച്ച് കൃത്യമായ കണക്കും രജിസ്റ്ററും സൂക്ഷിക്കുകയും മറ്റ് നിയമപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഹൈക്കോടതി അതത് കാലത്ത് നിർദ്ദേശിക്കുന്ന രീതിയിലാണ് ഇതെല്ലാം പരിശോധന നടത്തുകയും ഭണ്ഡാരം തുറക്കുകയും എണ്ണുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ പരാമർശം വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിഭാഗമാണ് ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം നാളെ കോടതിയിൽ വിശദീകരിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാക്കും. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന സ്വർണവും വെള്ളിയും ഗുരുവായൂരപ്പന് ആവശ്യമായതൊഴികെ ബാക്കിയെല്ലാം ഒരു ഘട്ടം കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മിന്റ് എന്ന സ്ഥാപനം പരിശോധിച്ച് മുംബൈയിൽ എത്തിച്ച് ഉരുക്കി ബാറുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഭണ്ഡാരം തുറന്നു എണ്ണുന്നത് ബാങ്കുകാരാണ്. കൃത്യമായ കണക്ക് സൂക്ഷിച്ച് വഴിപാട് പണം അവർ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം വളരെ സുതാര്യമായിട്ടാണ് നടക്കുന്നത്. ഹൈക്കോടതിയുടെ പരാമർശം പരിശോധിച്ച് അപാകത തീർക്കൽ ദേവസ്വത്തിന്റെ ബാധ്യതയാണ്. ഓഡിറ്റിന് വരുന്നവരുമായി സഹകരിച്ച് വേണ്ട സൗകര്യം ചെയ്തു നൽകാറുണ്ട്. ഇതിന് ജീവനക്കാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സംശയവും വേണ്ട, ആവശ്യമായ കർശന നടപടി ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം വന്നതെന്ന് അറിയുന്നില്ല. പഴയ ഫയലുകളാണ്, അതെല്ലാം പരിശോധിക്കും. ഞങ്ങളെ ഇങ്ങനെ ഒരു പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്നത് വളരെ ഗൗരവമായി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ ഞങ്ങൾ ചെയ്യും.